മറിയക്കുട്ടി വീണ്ടും താരമാവുകയാണ്. അതെ, പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന സർക്കാരിനെതിരെ പിച്ചച്ചട്ടിയുമായി സമരത്തിനിറങ്ങിയ മറിയക്കുട്ടി തന്നെ. സംസ്ഥാന സർക്കാരിനെതിരെ കിട്ടിയ വലിയ ഒരു ആയുധമായി കണ്ട് അന്ന് BJP-ക്കാർ മറിയക്കുട്ടിയെ വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു. 5 മാസങ്ങൾക്ക് മുമ്പ് അതിനൊരു തീരുമാനമെന്ന വണ്ണം മറിയക്കുട്ടി BJP അംഗവുമായി. ഇപ്പോൾ മറിയക്കുട്ടി താരമാകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുന്ന ഘട്ടത്തിലാണ്. BJP അംഗത്വം സ്വീകരിച്ചതിനു ശേഷം അധികമൊന്നും മറിയക്കുട്ടിയെ കുറിച്ച് കേൾക്കാനില്ലായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കാലമല്ലേ, എല്ലാ ആയുധങ്ങളും തേച്ചു മിനുക്കുന്ന കൂട്ടത്തിൽ BJP മറിയക്കുട്ടിയെയും പരിഗണിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മറിയക്കുട്ടി നല്ലൊരു സ്ഥാനാർത്ഥിയാകും എന്നാണ് BJP-ക്കാർ കരുതുന്നത്. ഈ ചിഹ്ന ചെന്നത്ത് നിൽക്കുന്നത് അടിമാലി പഞ്ചായത്തിലെ BJP സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ യോഗ്യ മറിയക്കുട്ടി തന്നെ എന്ന തീരുമാനത്തിലാണ്. BJP നേതാക്കൾ ഈ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് മറിയക്കുട്ടിയും സമ്മതിക്കുന്നു. എന്നാൽ മറിയക്കുട്ടിക്ക് അക്കാര്യത്തിൽ രണ്ടു മനസ്സാണെന്ന് തോന്നും വിധമാണ് പ്രതികരണം. പാർട്ടി മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും തീരുമാനം ഇതുവരെ ആയിട്ടില്ല. തനിക്ക് പ്രായത്തിന്റെ അസ്കിതകൾ ഉണ്ടെങ്കിലും കാര്യമായ മറ്റു പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്നും പറയുന്നു മറിയക്കുട്ടി. അപ്പോൾ മറിയക്കുട്ടി മത്സരിക്കുമോ അതോ ഇല്ലയോ? അതുപോലെ തീരുമാനിക്കാൻ മറിയക്കുട്ടി തന്നെ വിചാരിക്കണം. പക്ഷെ മറിയക്കുട്ടിക്കറിയാം ആരോട് ചോദിച്ചാൽ ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയുമെന്ന്. അത് ആരാണാവോ? സുരേഷ് ഗോപി. അതെ, തൃശൂർ MP ആയ സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയാകണോ ഇല്ലയോ എന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഉടനെ ഉണ്ടാകുമെന്നാണ് മറിയക്കുട്ടിയുടെ പക്ഷം. സുരേഷ് ഗോപി പറയുന്നത് പോലെ താൻ ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. 10 വർഷമായി ഇവിടം ഭരിക്കുന്ന ആളുകളെ കൊണ്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നും പഞ്ചായത്തിന്റെ കെട്ടിടങ്ങളെല്ലാം അവരുടെ ബന്ധുക്കളാണ് കൈകാര്യം ചെയ്യുന്നതെന്നും മറിയക്കുട്ടി രോഷം കൊള്ളുമ്പോൾ ഒന്നുറപ്പിക്കാം, മറിയക്കുട്ടി സ്ഥാനാർത്ഥിയാകുമെന്ന്. സുരേഷ് ഗോപിയുടെ ഉപദേശം കൂടി കിട്ടിയാൽ അത് കൂടുതൽ ഉറപ്പിക്കാം. പെൻഷൻ മുടങ്ങിയപ്പോൾ ഭിക്ഷാന്തേഹിയായി സമരം ചെയ്തതിനു ശേഷം സുരേഷ് ഗോപി മറിയക്കുട്ടിയെ സന്ദർശിച്ചിരുന്നു. സർക്കാർ നൽകാത്ത പെൻഷൻ താൻ നൽകുമെന്ന സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനം മറിയക്കുട്ടിയെ ഒരു സുരേഷ് ഗോപി ഫാൻ ആക്കി എന്ന് വേണം കരുതാൻ. ആ സുരേഷ് ഗോപിയുടെ പാർട്ടിയായ BJP വന്ന് പോരുന്നോ ഞങ്ങളുടെ കൂടെ എന്ന് ചോദിച്ചപ്പോൾ ഒട്ടും അമ്മാന്തിച്ചില്ല മറിയക്കുട്ടി. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തൊടുപുഴയിൽ നടന്ന BJP ഇടുക്കി നോർത്ത് ജില്ലാ വികസിത കേരള കൺവെൻഷനിൽ വെച്ച് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് മറിയക്കുട്ടി BJP അംഗത്വം സ്വീകരിക്കുകയും ചെയ്തു. ഭിക്ഷ സമരത്തിന് ശേഷം കോൺഗ്രസ് പാർട്ടി മറിയക്കുട്ടിക്ക് വീട് വെച്ചു കൊടുത്തതും കുറേയേറെ സഹായിക്കാൻ ശ്രമിച്ചതുമൊക്കെ സുരേഷ് ഗോപിയുടെ വരവിൽ മാഞ്ഞുപോയി. കോൺഗ്രസ് അധ്യക്ഷൻ സണ്ണി ജോസഫിനെ ഇത് കുറച്ചൊന്നുമല്ല ചൊടിപ്പിച്ചത്. എങ്കിലും മറിയക്കുട്ടി പിന്മാറിയില്ല, BJP-കാരിയായി. ഇനി BJP-യുടെ സ്ഥാനാർത്ഥിയാകുമെന്ന് വേണം കരുതാൻ. മറിയക്കുട്ടി BJP-യുടെ കൂടി പാറിക്കുമോ? കണ്ടറിയാം.